രക്തരൂക്ഷിത വംശീയ കലാപങ്ങളിലൊന്നാണ് മണിപ്പൂരിലേത്. ഇപ്പോഴും മണിപ്പൂരിലെ കലാപത്തിൻ്റെ തീ അണഞ്ഞിട്ടില്ല. മനുഷ്യ മനസാക്ഷി മരവിച്ച മണിപ്പൂരിലെ സംഭവ പരമ്പരങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുകയാണ്. മെയ് 3 തുടങ്ങിയ കലാപം മെയ്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് മണിപ്പൂർ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഈ വിധിക്കെതിരെ 2023 മെയ് 3 ആൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ മാർച്ച് നടത്തി. ഈ മാർച്ചിനെ തുടർന്ന് മെയ്തേ കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. പിന്നാലെ വംശീയ കലാപത്തിന്റെ കാട്ടുതീ മണിപ്പൂരിലാകെ പടർന്നു പിടിച്ചു. തലസ്ഥാനമായ ഇംഫാലിലും ചുരാചന്ദ്പൂരിലും കലാപമാളി. പോലീസ് സ്റ്റേഷനുകൾ കൊള്ളയടിക്കപ്പെട്ടു. അവസരം കാത്തുനിന്ന വിഘടനവാദ സംഘടനകൾ കൂടി കലാപത്തിലേക്ക് ഇറങ്ങിയതോടെ മണിപ്പൂർ കുരുതിക്കളമായി. സ്ഥിതി നിയന്ത്രിക്കാനെത്തിയ സൈന്യവും കലാപകാരികളും നിരന്തരം ഏറ്റുമുട്ടി. മുഖ്യമന്ത്രിയുടേതടക്കം നിരവധി BJP നേതാക്കളുടെ വീടുകൾ അഗ്നിക്കിരയായി. ഇരുവിഭാഗങ്ങളിലെയും നേതാക്കൾ ഒളിത്താവളങ്ങളിലിരുന്ന് കലാപം നിയന്ത്രിച്ചു. സർക്കാർ നോക്കുകുത്തിയായി. ഞാനിപ്പോൾ ഉള്ളത് മെയ്തേ വിഭാഗത്തിന്റെ ഒരു കേന്ദ്രത്തിലാണ്. ഏതൊരു ആക്രമണത്തെ നേരിടാനും ഒപ്പം തന്നെ ആ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനും ഒക്കെയുള്ളൊരു സംവിധാനം ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ആളുകൾ അവർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സുരക്ഷാ സേനയോ ഒന്നുമല്ല, ഈ മെയ്തേ വിഭാഗത്തിന്റെ ആളുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ആക്രമണത്തെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സന്നാഹങ്ങളും ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുട്ടികളെ പോലും വെറുതെ വിടാതെ ഗ്രാമങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. 2 സ്ത്രീകളെ ആൾക്കൂട്ടം നഗ്നരാക്കി നടത്തുന്ന വീഡിയോ കണ്ട് രാജ്യം ഞെട്ടിത്തരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചു. 2ാം ഭാരത് ജോഡോ യാത്ര തുടങ്ങാൻ രാഹുൽ മണിപ്പൂരിന്റെ മണ്ണ് തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 10 കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രതികരിച്ചു. मणिपुर की स्थिति सामान्य करने के लिए सरकार निरंतर प्रयासरत है। मणिपुर छोटा सा राज्य है, 11,000 FIR की गई है, 500 से ज्यादा लोग अरेस्ट हुए। आशा रखना, शांति पे भरोसा करना संभव हो रहा है। आज मणिपुर के अधिकांश हिस्सों में आम दिनों की तरह स्कूल चल रहे हैं, कॉलेज चल रहे हैं, दफ्तर और दूसरे संस्थान खुले हैं. താൻ മുഖ്യമന്ത്രിയായ സമയം മുതൽ രാജിക്കായി പ്രതിപക്ഷം രംഗത്തുണ്ടെന്നും രാജിവെക്കുന്നില്ലെന്നുമായിരുന്നു 2 മാസം മുൻപ് ബിരൻ സിംഗ് 24നോട് പ്രതികരിച്ചത്. Opposition is telling to resign me since from the 2017. Immediately when I became the CM, then usi time se they are asking me to resign, due to resign. So opposition ka to they will ask all the time. That is their duty. But I am with the peoples. എന്നാൽ മാറിയ സാഹചര്യത്തിൽ രാജിയല്ലാതെ ബിരൻ സിംഗിന് മുന്നിൽ വഴികളുണ്ടായിരുന്നില്ല. 2024 മെയ് 3 വരെയുള്ള സർക്കാർ കണക്കു പ്രകാരം 221 പേരാണ് വംശീയ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. 60,000 പേർ പലായനം ചെയ്തു. മുഖ്യമന്ത്രി രാജിവെച്ചതുകൊണ്ട് മാത്രം മണിപ്പൂർ ശാന്തമാകുമോ എന്നത് രാജ്യത്തിന്റെ മുന്നിലുള്ള വലിയ ചോദ്യം. റിസർച്ച് ഡെസ്ക് 24.